പ്ലാറ്റിനം ഇയർ ആഘോഷങ്ങളുടെ വൈവിധ്യങ്ങളായ പദ്ധതികൾക്കിടയിൽ എക്സ്പോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം നമ്മൾ പരിചയപ്പെടുകയാണ്. ഐഡിയൽ ക്ലിനിക് എന്ന് നാമകരണം ചെയ്ത് ആദർശപരമായിട്ടുള്ള സംശയങ്ങൾ തീർക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനൊക്കെ വേണ്ടി സംസ്ഥാന കമ്മിറ്റി സംവിധാനിച്ച ഈ പവലൈൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. SYSൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവ ഇൻചാർജ് കൂടിയുള്ള ഉസ്താദ് റഹ്മത്തുള്ള സക്കാഫി. പിന്നെ എന്താണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നതിനിടക്ക് ഈ തരത്തിൽ ഒരു ക്ലിനിക് എന്നൊക്കെയുള്ള പേരിൽ ആദർശ വിഷയത്തെ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം എന്താണ്? SYSൻ്റെ പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി വൈജ്ഞാനികമായ കുറേ പരിപാടികളാണ് എക്സ്പോയുടെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ വിഭാഗത്തിൻ്റെ ഫ്യൂച്ചർ ടോക്കാണ്. വ്യത്യസ്തങ്ങളായ ഭാവിയിൽ വരാൻ പോകുന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ചൂടേറിയ ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. തൊട്ടപ്പുറത്തുള്ളത് നമ്മളെ വൈജ്ഞാനികമായ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്ന വലിയ ഒരു ബുക്ക് ഫെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം നടക്കുന്നത് ഐഡിയൽ ക്ലിനിക്കാണ്. ഐഡിയൽ ക്ലിനിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മതയുക്തിവാദം, അതുപോലെ തന്നെ സ്വതന്ത്ര ചിന്ത, യുക്തിവാദം, ഇങ്ങനെ തുടങ്ങി മതരംഗത്തുണ്ടാകുന്ന ആശയപരമായ സംശയങ്ങൾക്ക് വിദഗ്ധരായ ഫാക്കൽറ്റീസിൻ്റെ നേതൃത്വത്തിലുള്ള മറുപടികളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ കേന്ദ്രത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഏത് സംശയത്തെക്കുറിച്ചും ഇവിടെ ചോദിക്കാം. ആ സംശയങ്ങൾക്ക് വിദഗ്ധരായ പണ്ഡിതന്മാർ നല്ല ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇനി വിശദമായ പഠനം ആവശ്യമുള്ളവരാണെങ്കിൽ അവരുടെ നമ്പർ വാങ്ങി വെച്ചിട്ട് അവരുമായി പിന്നീട് കോൺടാക്ട് ചെയ്ത് അവരുടെ സംശയങ്ങൾ തീർക്കാനുള്ള അവസരം ഉണ്ടാക്കും. അതാണ് ഈ ഐഡിയൽ ക്ലിനിക് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഈ പ്ലാറ്റിനം ഇയർ പോലെയുള്ള ഒരു പരിപാടിയിൽ അജണ്ട ആക്കാൻ മാത്രമുള്ളൊരു വിഷയമാണോ ഇത്? തീർച്ചയായും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനിമയും അതിൻ്റെ പാരമ്പര്യവും അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് നമ്മൾ അടിസ്ഥാന ഒരു ആശയമായതുകൊണ്ട് തന്നെ അതിൽ വ്യതിയാനം സംഭവിക്കുന്ന ആളുകൾക്ക് നിവാരണം വരുത്തി പാരമ്പര്യ ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മളെ ഈ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. അതുകൊണ്ടാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ വൈജ്ഞാനികമായ വിരുന്നുകൾ ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഈ ഐഡിയൽ ക്ലിനിക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഒരാൾക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ ആരെയും അഡ്രസ്സ് ചെയ്യുന്നതാണോ? എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, നമ്മുടെ സംഘടനയുടെ പുറത്തും മതത്തിന് പുറത്തുള്ള ആളുകൾക്കൊക്കെ സ്വാഗതം. യാതൊരു വൈജാത്യങ്ങളുമില്ല. ഏത് ആശയത്തിലുള്ള ആൾക്കും ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഇവിടെ നിവാരണമുണ്ട്. നിങ്ങൾ ആരാണ്, ഏത് മതക്കാരനാണ്, ഏത് ആശയക്കാരനാണ്, ഈ പരിഗണന ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യർക്കും അവർക്കുണ്ടാകുന്ന മതപരമായ ആശയപരമായ സംശയങ്ങൾ, അതുപോലെ യുക്തിചിന്ത, സ്വതന്ത്ര ചിന്ത പോലുള്ള നൂതനമായ ചിന്താഗതികൾ, ഇതിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും ഇവിടെ മറുപടി കൊടുക്കും. ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതിന് പുറമെ ഇപ്പോൾ വേറെ പല കൗണ്ടറുകളും ചേർന്നുകൊണ്ട് ചില പ്രസൻറ്റേഷൻ നടക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള പദ്ധതികളുണ്ടോ? പ്രസൻറ്റേഷൻ ഇവിടെ ഈ രീതിയിൽ ഇവിടെ നടക്കുന്നില്ല. അത് നമ്മളെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ പഠന പരിപാടികളുണ്ടല്ലോ. ഇവിടെ ചോദ്യങ്ങൾ മറുപടി എന്ന രീതിയിലാണ് ചർച്ചാ രൂപത്തിൽ അവർക്ക് നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അജണ്ട. അപ്പോൾ ഉസ്താദ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ വൈജ്ഞാനിക എക്സ്പോയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കാണ് ഐഡിയൽ ക്ലിനിക്ക്. മതപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, മതത്തിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിലുള്ള ചർച്ചാ വിഷയങ്ങളും, അതേപോലെ തന്നെ മതത്തിന് പുറത്തു നിന്ന് യുക്തിവാദം, സ്വതന്ത്ര ചിന്ത പോലെയുള്ള പുതിയ കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെയുള്ള എല്ലാവിധത്തിലുള്ള സംശയങ്ങൾ തീർക്കാനും ഒരുപാട് ഉസ്താദുമാർ വ്യത്യസ്ത വിഷയങ്ങളിൽ ഫോക്കസ് ആയിട്ടുള്ള പണ്ഡിതന്മാർ ഇവിടെ ഈ വിഷയത്തെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഇവിടെ ഈ സംശയം തീർക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നാണ് ഉസ്താദ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. സംശയം തീർക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രതീക്ഷിക്കുന്നത്, നമ്മളതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സംശയങ്ങളുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ഇവിടെ വിദഗ്ധരായ ഫാക്കൽറ്റികൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർ സംശയങ്ങൾ തീർക്കുന്നതിന് ഇവിടെ അവർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും.